ഇന്നെൻ്റെ ജന്മദിനമായിരുന്നു. കൃത്യം 12 മണിയാകുന്ന സമയത്ത് ഡോറിന് വന്നിട്ട് ആരോ മുട്ടൽ. കാസർഗോഡ് പരിപാടിയും കഴിഞ്ഞ് കാസർഗോഡ് നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലിങ്ങനെ റെസ്റ്റ് ചെയ്യും. ഇവിടെ എൻ്റെ കൂടെ പരിപാടിക്ക് വന്ന അമീനും നമ്മൾ അസൈനാരിസ്തവും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായത്. അവരെന്തായാലും അങ്ങനെ മുട്ടില്ല. ഞാൻ ഡോറ് തുറന്നപ്പോൾ കോഴിക്കോടുള്ള നമ്മളെ ഏറ്റവും അടുത്ത 3 സുഹൃത്തുക്കൾ കാറും എടുത്ത് ഒരു സർപ്രൈസ്, ഒരു സന്തോഷമായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുക. വലിയ ജന്മദിന ആഘോഷമൊന്നുമല്ല, പക്ഷേ അവർ എന്താ പറയുക, നമ്മളെ സന്തോഷിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താലെ കാറെടുത്ത് വന്നതാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പോണ കൊണ്ടാണെന്നറിയോ, നാച്ചു തന്നെ അറിയണ്ടാവില്ല ബർത്ത്ഡേ ആണോ എന്നുള്ളത്. ഓർമ്മ ഉണ്ടാവില്ല. ഓർമ്മ ഉണ്ടെങ്കിലും നമ്മള് അങ്ങോട്ട് പോകുന്നതും അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കുന്നതും ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല. നാച്ചു ഇപ്പൊ ഉള്ളത് കാസർഗോഡാണ്, നമ്മളിപ്പോ കോഴിക്കോടാണ്. ഏകദേശം 4 മണിയായി. ഞങ്ങള് ഇപ്പൊ സംഭവം ടിസ്റ്റ് എന്താ അറിയോ, നാച്ചു 11:45 ട്രെയിനിന് തിരിച്ചു വരാണെങ്കിൽ ആകെ പെട്ടു. മാസ്റ്റർ പ്ലാൻ ആയിട്ട് അവിടെ ഒരാളുണ്ട്, അതാണ് ഏറ്റവും ഭയങ്കര ടിസ്റ്റ്. നാച്ചു ആകെ എന്താ പറയാ, നാച്ചുവിന് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു ടിസ്റ്റ്. ഒരിക്കലും ഇതില് 2 കാര്യങ്ങളാണ്. ഒന്നെന്തെന്ന് വെച്ചാല് രാത്രി അവിടെ നിന്ന് ഒരു 12:30 ട്രെയിൻ ഉണ്ട്. ആ ട്രെയിനിന് നാച്ചു വരികയാണെങ്കിൽ ഇവിടെ 3 മണിക്കാണ് കോഴിക്കോട് എത്തുക. ഇനി അതല്ല, ചിലപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യുന്നു പറയുന്നുണ്ട്. ഇനി അഥവാ അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടെ റൂമിൽ അവിടുത്തെ ഒരു സാഹചര്യം നോക്കില്ലെങ്കിൽ കാറിൽ ഒരു ഗിഫ്റ്റ് സർപ്രൈസ് കൊടുക്കണം എന്നുള്ളതാണ്. ഇനി അതല്ല നാച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നേരെ റെയിൽവേക്ക് 12 മണി അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ നമ്മളവിടെ എത്തി മനസ്സിലാ, മാഹി എത്തി ഗായ്സ്. സോ ഗൈസ്, ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി ലൊക്കേഷനിൽ. ഇവിടുന്ന് പോയിട്ട് ആ നേരെ കാണുന്ന ആ ലൈറ്റ് അവിടെയാണ് നാച്ചുവിൻ്റെത്. ഞങ്ങൾ ഏകദേശം ഇവിടെ ഉള്ളത് ഗൈസ്. ഇല്ല എന്തായാലും ഒരു നിലക്കോ അതിനെ കൃത്യം 12 മണിക്ക് സമയത്തായി വാച്ച് നടക്കണില്ല. പുതിയ വാച്ച് സമയം 11:46 10 മിനിറ്റേ ഉള്ളൂ. ഇവിടുന്ന് 100 മീറ്റർ നടക്കാനേ ഉള്ളൂ. എടുത്തിട്ട് നമ്മൾ എന്താവും നേരെ അവിടെ നിന്ന് ബാക്കി കാണാം. സോ ഗൈസ്, നാച്ചുവിൻ്റെ അടുത്തും പോകും, അറിയില്ല എന്താവും എന്നുള്ളത്. സത്യത്തിൽ ഇങ്ങനെ ഒരു സർപ്രൈസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ഇടാൻ തീരുമാനിച്ചത്. ഇത്രയും കാലം ജന്മദിനങ്ങൾ കടന്നു പോയിട്ടുണ്ട്, പക്ഷേ നമ്മൾ പലപ്പോഴും പരിപാടിയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഉമ്മയും അതുപോലെ നമ്മളോട് അടുത്ത അറിയുന്നവർ മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ദ്വാരക്കുകയും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ അടുത്തായിട്ട് പിന്നെ എൻ്റെ തൊപ്പിയുടെ കാര്യങ്ങൾ 1-2 പരിപാടികളായിട്ട് ഇങ്ങനെ നമ്മൾ വല്ലാതെ എപ്പോഴും നാട്ടിൽ വരുമ്പോഴൊക്കെ കൂടുകയും സംസാരിക്കുകയും ചെയ്യുന്ന 3 ചെറുപ്പക്കാരാണ്. അവർ ഞാൻ പരിപാടിക്ക് പോയ സ്ഥലം സംഘടിപ്പിച്ച് ഞാൻ പോലും അറിയാതെ ആ വീട്ടിലേക്ക്, ഏറ്റവും എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി വെച്ചാൽ കാസർഗോഡിൻ്റെ അറ്റത്ത് മഞ്ചേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ രാത്രി 12 മണിക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഞാനത് അവരെ കാണുമ്പോൾ ഞാൻ സ്വപ്നം കാണുകയാണോ എന്ന് ചിന്തിച്ചു പോയി. അതാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ, സത്യം പറഞ്ഞാൽ അത്രയോ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം അതുമാത്രമായിരിക്കണം അവർ എത്താൻ കാരണം. എന്താ പറയുക, നമ്മളും അവരെ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതും അവരിങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതും കൊണ്ട് അങ്ങനെ ധാരാളം സ്നേഹബന്ധങ്ങളുണ്ട് കേട്ടോ. എല്ലാവരോടും നന്ദി. ഇവിടെ നിൽക്കുന്ന ഈ വീട് മുതൽ നമ്മൾ എവിടെ പരിപാടിക്ക് പോയാലും
വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുകയും സൽക്കരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ന് ഒരുപാട് ആളുകൾ വഞ്ചിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ വഞ്ചനയിലൊന്നും പെടുത്താതെ ഒരുപാട് ആളുകൾ നമ്മളെ ചേർത്ത് പിടിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അത് 1400 വർഷങ്ങൾക്കപ്പുറം ഈ ലോകത്തെ തന്നെ അഷ്റഫുൽ ഖൽക്കായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വരികൾ പാടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ വേൾഡ് കപ്പിൻ്റെ സമയത്ത് എനിക്ക് ഈ ഒരു സന്തോഷ നിമിഷത്തിൽ പറയാനുള്ളത്, വേൾഡ് കപ്പ് നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. റസൂലുള്ളാഹിൻ്റെ ജന്മദിനമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത്. അത് മറന്നു പോകാത്ത രീതിയിൽ ഹൃദയം കൊടുത്ത് സന്തോഷിക്കാൻ സമയം കണ്ടെത്താൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു നമുക്കൊക്കെ ജീവിക്കുന്ന കാലം നല്ല നിഷ്കളങ്കമായ മനസ്സോടുകൂടി ജീവിക്കാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. ബൈ.